പുരാണത്തിലെ രാധയായിരുന്നോ അതോ ഇവർ പറഞ്ഞു തന്ന രാധയ്ക്ക് എന്തെങ്കിലും ഈ സിനിമയിലല്ലാത്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു? അങ്ങനെ റിലേഷനൊന്നുമില്ല, പേരായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് വേറെ തന്നെ. ഇപ്പം ഞാൻ ചൂസ് ചെയ്തതിലും എനിക്ക് കുറേ പെർഫോം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൻ്റെ കഥ മുഴുവൻ ഇവരിപ്പോൾ എൻ്റെ അടുത്ത് കഥ സ്ക്രിപ്റ്റ് പറയാൻ വന്ന സമയത്തും ഇവർ ഓരോന്നും പറയുമ്പോഴത്തേക്ക് എനിക്ക് അടുത്തത് എന്താണെന്നുള്ളത് എനിക്ക് കൂടുതൽ അങ്ങ് ഊഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ഇതിലുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 മണിക്ക് ഇപ്പം ഞാൻ സൺസെറ്റ് ആവുന്നതും അങ്ങനത്തെ കുറേ ഫ്രഷ് ആയിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ടായിരുന്നു ഇവരെൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം കൂടുതലും നമ്മൾ കണ്ടുവരുന്ന കുറേ കഥകളെക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ വന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിൻ്റെ ആ ഒരു പോർഷൻ ആണ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം തെലുങ്കിൽ ഇറങ്ങിയ സമയത്തും എല്ലാവരും ഒരു എന്താ പറയുക യുനാനിമസ് ആയിട്ട് ഒരേ ഒപ്പീനിയൻ ആയിരുന്നു ക്ലൈമാക്സിനെ പറ്റി. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് മലയാളത്തിലും എത്തിക്കണം. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ, ഇമോഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ദ സെയിം. സോ ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന തെലുങ്ക് സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുന്ന ഈ ഓവർ ദ ടോപ്പ് എന്റർടൈൻമെന്റ് ഘടകങ്ങളുണ്ടല്ലോ, ആ ഫാക്ടേഴ്സ് ഒന്നും അധികം ഇതിൽ കണ്ടിട്ടില്ല, കായൽ കണ്ടിട്ടില്ല. അതും ഇത് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും വിധത്തിൽ കാരണമായിട്ടുണ്ടോ? ഇത് പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകളോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇതിൻ്റെ സെറ്റിൽ പോകുന്ന സമയത്ത് കൂടുതലും എനിക്കൊക്കെ നമ്മൾ പണ്ടത്തെ ബുക്ക് വായിക്കുന്ന സമയത്ത് ഈ ഒരു നാട്ടിലെ കഥകൾ, അല്ലെങ്കിൽ അതുപോലത്തെ വീടുകൾ, ഇപ്പോൾ ഫോണില്ലാത്ത സമയത്ത്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് എന്നൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ മനസ്സിലൂടെ ഒരു വിഷ്വലൈസേഷൻ ആയിരുന്നു എനിക്ക് ഈ സെറ്റിൽ പോയപ്പോൾ. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൽ.